വിലക്കിന് പുല്ലുവില കൽപ്പിക്കുന്നു. ഇപ്പോൾ കോട്ടയത്ത് നിന്ന് വരുന്ന ആ പ്രകടനത്തിൽ പുതുപ്പള്ളിയിൽ പാമ്പാടി പഞ്ചായത്ത് പ്രസിഡന്റും മെമ്പർമാരും അടക്കമുള്ളവർ പങ്കെടുക്കുന്നുണ്ട് പ്രതിഷേധത്തിൽ എന്നുള്ളതാണ്. അപ്പോൾ ഈ വിലക്കൊന്നും അവർ അതിന് ഒരു വിലയും കൽപ്പിക്കുന്നില്ല എന്ന് തന്നെയാണ്. മറ്റൊന്ന്, തൃശ്ശൂരിൽ വി ഡി സതീശിന് വേണ്ടി പ്രകടനം വിളിച്ച് അനുകൂലികൾ DCC ഓഫീസിന് മുന്നിലേക്ക് എത്തുന്നു. അപ്പോൾ പാർട്ടി ഓഫീസ് പൂട്ടിപ്പോവുകയാണ് നേതൃത്വം. അദ്ദേഹത്തിന്റെ ഒപ്പം അദ്ദേഹം എന്ത് പറഞ്ഞാലും അദ്ദേഹത്തിന്റെ ഒപ്പം ഞങ്ങൾ നിൽക്കും. അപ്പൊ തൃശ്ശൂരിൽ അവിടെ VD അനുകൂലികൾ പ്രകടനം ധനകാര്യ വകുപ്പ് മന്ത്രി സ്ഥാനം രാജിവെച്ച് തിരുവനന്തപുരത്ത് നിന്ന് തിരുനക്കരയിലേക്ക് തുറന്ന ജീപ്പിൽ പോന്നപ്പോൾ തിരുവനന്തപുരം മുതൽ തിരുനക്കര വരെ പൈലറ്റ് വാഹനമായി ജീപ്പിന്റെ മുൻപിൽ ബോണറ്റിൽ കയറിയിരുന്ന് അനൗൺസ്മെന്റ് നടത്തിയ ആളാണ് ഞാൻ. അതേപോലെ തന്നെ അന്ന് യൂത്ത് കോൺഗ്രസ് നേതാവായിരുന്ന ആന്റോ ആന്റണിയുടെ നേതൃത്വത്തിൽ പറയാം ഒക്കെ അപ്പൊ VDക്ക് വേണ്ടി പ്രവർത്തകർ തെരുവിലാണ്. വലിയ പ്രതിഷേധങ്ങൾ എല്ലാ സ്ഥലവും നടക്കുന്നുണ്ട്. അത് എല്ലാ സ്ഥലങ്ങളും അത്യാവശ്യം തീരെ ശുഷ്കമായ പ്രകടനങ്ങളല്ല, ഒട്ടുമിക്ക എല്ലാ സ്ഥലങ്ങളിലും വലിയ പ്രകടനങ്ങൾ അവിടെ നടക്കുകയുമാണ്. കോൺഗ്രസ് ഹൈക്കമാൻഡ് പ്രതിസന്ധിയിലും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.